അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സുഹൃത്തുക്കളെ, പൂച്ചകളോട് വെറും 3 പ്രത്യേക കാര്യങ്ങൾ ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ സമ്പത്തും അനുഗ്രഹങ്ങളും വർദ്ധിപ്പിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? അതുമാത്രമല്ല, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാനും നിങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറാനും നിങ്ങൾ ചിന്തിക്കാത്ത വഴികളിലൂടെ ഉപജീവനം വർദ്ധിക്കാനും ഇത് കാരണമാകും. ഇതൊരു കെട്ടുകഥയല്ല. ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിലൂടെ ഈ അത്ഭുതകരമായ സത്യം ഇന്ന് നമ്മൾ പരിശോധിക്കും. നിങ്ങൾക്ക് പൂച്ചകളെ ശരിക്കും ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ വളരെ ശാന്തവും മൃദുലവുമായ ഒന്നാണ് പൂച്ച. ഇസ്ലാമിൽ മൃഗങ്ങളോട് കാരുണ്യം കാണിക്കുന്നത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. ഒരു ഹദീസിൽ പറയുന്നു, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ഒരിക്കൽ മുഹമ്മദ് നബി തന്റെ അനുചരന്മാരോട് ഒരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞു. അവൾ ഒരു പൂച്ചയെ കെട്ടിയിടുകയും അതിന് ഭക്ഷണം നൽകാതിരിക്കുകയും ചെയ്തു. ഇക്കാരണത്താൽ അല്ലാഹു അവളെ ശിക്ഷിച്ചു. നേരെ മറിച്ച് ദാഹിച്ചു വലഞ്ഞ ഒരു നായയ്ക്ക് വെള്ളം കൊടുത്തതിലൂടെ മറ്റൊരു സ്ത്രീയുടെ പാപങ്ങൾ അല്ലാഹു പൊറുത്തുകൊടുത്തു. അപ്പോൾ ചിന്തിക്കൂ, ഒരു പൂച്ചയോട് കാരുണ്യം കാണിക്കുന്നത് എത്ര വലിയ പുണ്യപ്രവൃത്തിയായിരിക്കും. വിശക്കുന്ന ഒരു പൂച്ചയ്ക്ക് ഭക്ഷണം നൽകുമ്പോൾ നിങ്ങൾ അതിന്റെ വയറു മാത്രമല്ല നിറയ്ക്കുന്നത്, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ വാതിലിലാണ് നിങ്ങൾ മുട്ടുന്നത്. നബി തങ്ങൾ പറഞ്ഞു, ദാനധർമ്മം പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാനും ആപത്തുകൾ നീങ്ങാനും കാരണമാകുന്നു. നിസ്സഹായനായ ഒരു ജീവിയുടെ വിശപ്പടക്കുന്നതിനാൽ പൂച്ചയ്ക്ക് ഭക്ഷണം നൽകുന്നത് ഒരു വലിയ ദാനമാണ്. പല പണ്ഡിതന്മാരും പറയുന്നത്, ഒരാൾ ഒരു മൃഗത്തിന് ഭക്ഷണം നൽകുമ്പോൾ അവരുടെ പാപങ്ങളിലൂടെ ഒരു ഭാഗം കഴുകിക്കളയപ്പെടുന്നു എന്നാണ്. നിങ്ങളൊരു തുള്ളി പാല് നൽകിയാൽ പോലും അല്ലാഹു അത് കാണുന്നുണ്ട്. ഒരു ചെറിയ സൽക്കർമ്മം പോലും ഞാൻ പാഴാക്കില്ല എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ചില അനുചരന്മാർ പറഞ്ഞിരുന്നു, പൂച്ചയ്ക്ക് ഭക്ഷണം നൽകുന്നത് എനിക്ക് അധിക നിസ്കാരങ്ങൾ നിർവഹിക്കുന്നതിന് തുല്യമാണ്. നിങ്ങളുടെ സമ്പത്തോ സമയമോ സ്നേഹമോ നൽകി ഒരു മൃഗത്തെ പരിപാലിക്കുമ്പോൾ അല്ലാഹു നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വേഗത്തിൽ ഉത്തരം നൽകുന്നു. പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പൂച്ചയ്ക്ക് ഭക്ഷണം നൽകിയ ദിവസം അവരുടെ ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായി വിജയിക്കുന്നത്. കാരണം കാരുണ്യവും ഉദാരതയും ഹൃദയത്തിന്റെ കാഠിന്യം മയപ്പെടുത്തുന്നു. ഒരു പ്രായമായ സ്ത്രീ ഒരിക്കൽ പറഞ്ഞു, എല്ലാ ദിവസവും വീടിന് മുന്നിൽ ഞാനൊരു പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. അത്ഭുതകരമെന്ന് പറയട്ടെ, എന്റെ വീട്ടിൽ ഒരിക്കലും ഭക്ഷണത്തിന് ക്ഷാമം നേരിട്ടിട്ടില്ല. ഇതൊരു യാദൃഷ്ടികതയല്ല, ഇത് ദൈവകാരുണ്യത്തിന്റെ പ്രതിഫലനമാണ്. പൂച്ചയ്ക്ക് ഭക്ഷണം നൽകുന്നത് വെറുമൊരു പ്രവൃത്തിയല്ല, അല്ലാഹുവിന്റെ സൃഷ്ടിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു ആത്മീയ അനുഭവമാണത്. നിങ്ങളുടെ ഏതു പ്രാർത്ഥനയ്ക്കാണ് ഉത്തരം ലഭിക്കുക എന്ന് നിങ്ങൾക്കറിയില്ല. ഒരുപക്ഷേ ആ ചെറിയ പൂച്ചയുടെ പ്രാർത്ഥനയിലൂടെയാകാം അല്ലാഹു നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ എഴുതിവച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ദിവസവും അല്പം ഭക്ഷണം അവയ്ക്കായി മാറ്റിവെക്കാൻ ശ്രമിക്കുക. ഒരുപക്ഷേ നിങ്ങൾ കണ്ടുമുട്ടുന്ന ആ തെരുവിലെ പൂച്ച നിങ്ങൾക്ക് വേണ്ടി മാത്രം അയക്കപ്പെട്ട കാരുണ്യത്തിന്റെ ദൂതനായിരിക്കാം. ജീവിതത്തിലെ ആശങ്കകളും മാനസിക അസ്വസ്ഥതകളും നാളുക്ക് വർദ്ധിച്ചു വരികയാണ്. ആളുകൾ പണം സമ്പാദിക്കുന്നുണ്ടെങ്കിലും സമാധാനം കണ്ടെത്തുന്നില്ല. എന്നാൽ ചിലപ്പോൾ നമ്മൾ അവഗണിക്കുന്ന ചെറിയ കാര്യങ്ങളിലായിരിക്കും അല്ലാഹു സമാധാനം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവുക. വീടില്ലാത്ത ഒരു പൂച്ചയെപ്പോലെ. ആനാണോ കരുണ കാണിക്കുന്നത്, അവരോട് അല്ലാഹു തിരികെ കരുണ കാണിക്കുമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. തണുപ്പത്ത് വിറയ്ക്കുന്ന, അല്ലെങ്കിൽ മഴയത്ത് അഭയം തേടുന്ന, അല്ലെങ്കിൽ വിശന്ന് മൂലയിലിരിക്കുന്ന ഒരു പൂച്ചയെ കാണുമ്പോൾ നിങ്ങൾ അതിന് ഒരിടം നൽകിയാൽ നിങ്ങളൊരു മൃഗത്തെ മാത്രമല്ല സഹായിക്കുന്നത്, അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയോട് നിങ്ങൾ കരുണ കാണിക്കുകയാണ്. ഈ കാരുണ്യം നിങ്ങളുടെ ജീവിതത്തിലെ ഭാരങ്ങൾ ലഘൂകരിക്കും. പൂച്ചയ്ക്ക് അഭയം നൽകിയതിനു ശേഷം തങ്ങളുടെ പ്രശ്നങ്ങൾ ഓരോന്നായി മാറാൻ തുടങ്ങിയെന്ന് പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ചിലർ കടബാധ്യതയിൽ നിന്ന് മോചിതരായി, ചിലർക്ക് ജോലി ലഭിച്ചു, ചിലർക്ക് മനസ്സമാധാനം തിരികെ കിട്ടി. കാരണം കാരുണ്യം കാണിക്കുന്നതും അഭയം നൽകുന്നതും അല്ലാഹുവിന്റെ അനുഗ്രഹം വർഷിക്കാൻ കാരണമാകുന്നു. ഒരു പണ്ഡിതൻ പറഞ്ഞു, ആരെങ്കിലും ഒരു ജീവിക്ക് അഭയം നൽകിയാൽ അല്ലാഹു അവർക്ക് അവന്റെ സംരക്ഷണം നൽകുന്നു. ഇതൊരു ചൊല്ലല്ല, യാഥാർത്ഥ്യമാണ്. പൂച്ചയ്ക്ക് അഭയം നൽകുന്നത് വീട്ടിലേക്ക് അനുഗ്രഹങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. ചെറിയൊരു സ്ഥലം ലഭിച്ചാൽ പോലും വേഗത്തിൽ പൊരുത്തപ്പെടുന്ന ജീവിയാണ് പൂച്ച. അതിന്റെ കണ്ണുകളിലേക്ക് നോക്കൂ, അവിടെ ഒരു ശാന്തത കാണാം. നിങ്ങൾ ഭക്ഷണം നൽകി അത് സമാധാനത്തോടെ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിശബ്ദമായൊരു സമാധാനം നിറയുന്നു. നിങ്ങളുടെ ഹൃദയം മയപ്പെടുന്നു, ആശങ്കകൾ മാഞ്ഞുപോകുന്നു. പൂച്ചകളുടെ സാമീപ്യം മനുഷ്യരിലെ സമ്മർദ്ദം കുറയ്ക്കുമെന്നും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുമെന്നും മനസ്സിന് ആശ്വാസം നൽകുമെന്നും ശാസ്ത്രീയമായി പോലും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു യുവതി ഒരിക്കൽ പറഞ്ഞു,
ഞാൻ വിഷാദത്തിലൂടെ കടന്നുപോകുമ്പോൾ ഒരു ദിവസം എന്റെ ബാൽക്കണിയിൽ ഒരു പൂച്ച വന്നു. ഞാൻ അതിന് അഭയം നൽകി. അന്നുമുതൽ എന്റെ ജീവിതത്തിലേക്ക് വെളിച്ചം തിരികെ വന്നതുപോലെ തോന്നി. പൂച്ച വെറുമൊരു മൃഗമല്ല, അത് പലപ്പോഴും നമ്മുടെ സ്വഭാവം പരീക്ഷിക്കാനുള്ള ഒരു ഉപാധിയാണ്. ഇത്തരം ചെറിയ നിമിഷങ്ങളിലൂടെ നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് അല്ലാഹു പരീക്ഷിക്കുന്നു. നിങ്ങൾ അതിനെ ആട്ടിയോടിച്ചാൽ നിങ്ങൾക്കൊരനുഗ്രഹം നഷ്ടപ്പെട്ടേക്കാം. എന്നാൽ നിങ്ങളതിന് അഭയം നൽകിയാൽ അല്ലാഹു നിങ്ങളുടെ ഹൃദയഭാരം കുറയ്ക്കും. അതിനാൽ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വന്നാൽ ചിന്തിക്കുക, ഇനിയും തുറക്കാത്ത ഏതെങ്കിലും വാതിലുണ്ടോ? ഒരുപക്ഷേ പൂച്ചയ്ക്ക് അഭയം നൽകുന്നതിലൂടെ ആ അനുഗ്രഹത്തിന്റെ വാതിൽ തുറന്നേക്കാം. കഠിനാധ്വാനം കൊണ്ട് മാത്രം ലഭിക്കുന്ന ഒന്നല്ല ഉപജീവനം. അല്ലാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹവുമില്ലാതെ അതൊരിക്കലും നിലനിൽക്കില്ല. പലരും ധാരാളം സമ്പാദിക്കുന്നുണ്ടെങ്കിലും അവർക്ക് സമാധാനം ലഭിക്കുന്നില്ല. എന്നാൽ മറ്റു ചിലർ കുറഞ്ഞ വരുമാനം കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇതിനു പിന്നിലെ രഹസ്യം ബറക്കത്ത് ആണ്. അത്ഭുതകരമെന്നു പറയട്ടെ, പൂച്ചകളെ സ്നേഹിക്കുന്നതിലൂടെ ആ അനുഗ്രഹം ആകർഷിക്കാൻ കഴിയും. പൂച്ചകൾ ശുദ്ധിയുള്ളവയാണെന്നും അവ രക്ഷിക്കപ്പെട്ട ജീവികളിൽ പെട്ടവയാണെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പൂച്ചകൾ അശുദ്ധമല്ല, അവ നിങ്ങൾക്കിടയിൽ സ്വതന്ത്രമായി നടക്കുന്നവയാണ്. അതുകൊണ്ടാണ് പൂച്ചയുള്ള വീട് ഒരിക്കലും സമാധാനമില്ലാത്തതാകാത്തത്. പലരും പറയുന്നു, എന്റെ വീട്ടിൽ പൂച്ച വരുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സമാധാനം തോന്നുന്നു. ഇതൊരു യാദൃച്ഛികതയല്ല, ഇത് ദൈവകാരുണ്യത്തിന്റെ അടയാളമാണ്. പൂച്ചകൾ സമാധാനം കൊണ്ടുവരുന്നു. സമാധാനം ഉപജീവനത്തിന്റെ വാതിലുകൾ തുറക്കുന്നു. നിങ്ങളൊരു പൂച്ചയെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ഭക്ഷണം നൽകുകയും അതിന്റെ തലയിൽ തഴുകുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ വിനീതമാക്കുകയാണ്. അഹങ്കാരികളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല, മറിച്ച് സ്നേഹവും സൗമ്യതയുമുള്ളവരെ അവൻ ഇഷ്ടപ്പെടുന്നു. അതിനാൽ പൂച്ചയോട് കരുണ കാണിക്കുന്നത് യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ കരുണ കാണിക്കലാണ്. പൂച്ചകളെ പരിപാലിക്കാൻ തുടങ്ങിയ നാൾ മുതൽ തങ്ങളുടെ വീട്ടിൽ ബറക്കത്ത് വർദ്ധിച്ചുവെന്നും ജീവിതത്തിൽ അപ്രതീക്ഷിത അവസരങ്ങൾ വന്നുവെന്നും പലരും പങ്കുവച്ചിട്ടുണ്ട്. ഇതൊരു മാജിക് അല്ല, ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു നൽകും എന്നുള്ളത് ഇതിന് ഉദാഹരണമാ. പൂച്ചകളോടുള്ള സ്നേഹം ആ നന്ദിയുടെ പ്രതിഫലനമാണ്. അല്ലാഹുവിന്റെ സൃഷ്ടിയെ നിങ്ങൾ സ്നേഹിച്ചാൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും. പൂച്ചയെ പരിപാലിക്കുന്നത് മാനസിക സമാധാനം നൽകുന്നു. സമാധാനം നിങ്ങളുടെ ജോലി ചെയ്യാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നു. മനസ്സു ശാന്തമാകുമ്പോൾ നിങ്ങൾ നന്നായി പ്രവർത്തിക്കുന്നു. ജോലിയിലെ വിജയം കൂടുതൽ സമ്പത്ത് കൊണ്ടുവരുന്നു. പൂച്ച കുറുകുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം മനുഷ്യരിലെ സമ്മർദ്ദം കുറയ്ക്കുമെന്നും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുമെന്നും ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് നേരിട്ടും അല്ലാതെയും ഗുണം ലഭിക്കുന്ന രീതിയിലാണ് അല്ലാഹു അവയെ സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സത്യമായും ഉപജീവനം വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ അല്ലാഹുവിനോട് പറയുക, യാ അല്ലാ, നിന്റെ ഒരു സൃഷ്ടിയെ ഞാൻ പരിപാലിക്കുന്നു, അതുകൊണ്ട് എന്റെ കാര്യങ്ങളും നീ നോക്കേണമേ. വിശ്വസിക്കുക, നിങ്ങൾക്കതിന്റെ ഫലം അനുഭവപ്പെടും. കാരണം പൂച്ചയുടെ കണ്ണുകളിൽ കാരുണ്യത്തിന്റെ ഒരു തിളക്കമുണ്ട്. ആ തിളക്കം നിങ്ങളുടെ വീട്ടിൽ പ്രകാശം പരത്തും. അതിനാൽ ഇന്നു മുതൽ പൂച്ചകളെ സ്നേഹിക്കുക, പരിപാലിക്കുക, അവയ്ക്ക് ഭക്ഷണം നൽകുക. കാരണം ചെറിയ നന്മകളിൽ പോലും അല്ലാഹുവിന്റെ വലിയ കാരുണ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. പ്രിയ പ്രേക്ഷകരെ, പൂച്ചകൾക്ക് ഭക്ഷണം നൽകുക, അഭയം നൽകുക, സ്നേഹിക്കുക എന്നീ 3 കാര്യങ്ങൾ സാധാരണ പ്രവൃത്തികളല്ല. അവ അല്ലാഹുവിന്റെ കാരുണ്യത്തിലേക്കുള്ള പടവുകളാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കും. കഷ്ടപ്പാടുകൾ മാറും. ഉപജീവനത്തിന്റെ വാതിലുകൾ തുറക്കും. അതുകൊണ്ട് ഇന്നു മുതൽ ഒരു പൂച്ചയുടെ കരുണ കാണിക്കാൻ ശ്രമിക്കുക. സമാധാനം നിശബ്ദമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നത് നിങ്ങൾ കാണും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റുകളിൽ അഭിപ്രായം പങ്കുവയ്ക്കാനും മറക്കരുത്. പൂച്ചയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ദ്രൂഹമായി എന്തെങ്കിലും അനുഭവമുണ്ടായിട്ടുണ്ടോ? അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.